എല്ലാവർക്കും നമസ്കാരം. ബേസിക് ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ചെറിയ കളക്ഷൻസാണ്. നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കപ്പാസിറ്ററിനെ കുറിച്ചാണ്. കപ്പാസിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കപ്പാസിറ്റർ എങ്ങനെയാണ് അതിൻ്റെ ഫോൾട്ട് ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് കുറച്ച് കപ്പാസിറ്ററിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. രണ്ട് മൂന്ന് വെറൈറ്റി കപ്പാസിറ്റർ ഉണ്ട്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്, പോളറൈസ്ഡ് കപ്പാസിറ്റർ ഉണ്ട്, സെറാമിക് കപ്പാസിറ്ററും ഇതിനകത്ത് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ എങ്ങനെയാണ് അതിൻ്റെ ഫോൾട്ട് മനസ്സിലാക്കുന്നത്, അത് നല്ല കപ്പാസിറ്ററും ഫോൾട്ടി കപ്പാസിറ്ററും എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എടുക്കുന്നുണ്ട്. ഇതിലെ വലിയ പിന്ന് പോസിറ്റീവും ചെറിയ പിന്ന് നെഗറ്റീവാണ്. അതിൻ്റെ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ടാവും, നെഗറ്റീവ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ചെറിയ പിന്നിൻ്റെ സൈഡിൽ ചെറിയ നെഗറ്റീവ് മാർക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് പോസിറ്റീവ് പിന്നെന്നും ഏതാണ് നെഗറ്റീവ് പിന്നെന്നും. ഇപ്പം ഞാനിവിടെ അനലോഗ് മൾട്ടിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓം റേഞ്ച് സെലക്ട് ചെയ്യുക. നമ്മൾ എല്ലാ DC കമ്പോണൻസും ചെക്ക് ചെയ്യുന്നത് ഓം റേഞ്ചിൽ യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അനലോഗ് മൾട്ടിമീറ്ററിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓം റേഞ്ചിലിട്ട് കമ്പോണൻസ് ചെക്ക് ചെയ്യുമ്പോൾ റെഡ് പ്രോബ് നെഗറ്റീവായും ബ്ലാക്ക് പ്രോബ് പോസിറ്റീവായിട്ടും ആക്ട് ചെയ്യും. ഇതൊന്ന് ശ്രദ്ധിക്കുക. നീളം കൂടിയത് പോസിറ്റീവും നീളം കുറഞ്ഞ പിന്നെ നെഗറ്റീവാണ്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് പ്രോബ് പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് പ്രോബ് പോസിറ്റീവിലും റെഡ് പ്രോബ് നെഗറ്റീവിലും വെച്ച് ചെക്ക് ചെയ്യുക. മൾട്ടിമീറ്റർ കണ്ടോ, സൂചി അങ്ങറ്റം പോയിട്ട് പതിയെ തിരിച്ചു വരുന്നത് കണ്ടോ. ഇത് ചാർജ് അതിനകത്ത് കയറുന്നതിനുള്ള ഒരു സൂചനയാണ്. ഇങ്ങനെ പതിയെ വരുന്നതിനെ നല്ല കപ്പാസിറ്ററായിട്ട് കണക്ക് കൂട്ടാം. ഇതങ്ങറ്റം വരാതിരിക്കുകയോ പകുതി വെച്ച് നിന്നു പോവുകയോ അനലോഗ് മൾട്ടിമീറ്ററിൽ സൂചി അനങ്ങാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഫോൾട്ടി ആയിട്ട് കണക്കാക്കാം. അത് എവിടെ നിന്നാണോ മൾട്ടിമീറ്ററിൻ്റെ സൂചി സ്റ്റാർട്ട് ചെയ്ത് ആ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതാണ്. കപ്പാസിറ്റർ ചാർജ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആക്കാൻ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ഷോർട്ട് ചെയ്താൽ മതിയാകും. മനസ്സിലാവാനായിട്ട് ഒന്നുകൂടെ ഞാൻ കാണിക്കാം.